ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ പ്രോ സോഷ്യൽ ബിഹേവിയറിൻ്റെ പ്രെഡിക്റ്റേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രോ സോഷ്യൽ ബിഹേവിയർ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നമ്മുടെ മനോഭാവം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ആ ബിഹേവിയറിനെയാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അത് സ്വന്തം താല്പര്യമെടുത്ത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, സ്വന്തം വസ്തുക്കൾ ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുകയൊക്കെ ചെയ്യുന്നതിനൊക്കെ പ്രോ സോഷ്യൽ ബിഹേവിയർ നമുക്ക് പറയാവുന്നതാണ്. നമുക്ക് അതിൻ്റെ പ്രെഡിക്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രെഡിക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ പ്രോ സോഷ്യൽ ബിഹേവിയറിൽ ഏർപ്പെടും അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ അനുകൂലിക്കുന്നുണ്ട്. ഒരാളെ കാണുമ്പോൾ അയാൾക്ക് പ്രോ സോഷ്യൽ ബിഹേവിയർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ പ്രവചിക്കാൻ പറ്റും, ഇതൊക്കെയാണ് പ്രെഡിക്റ്റേഴ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 5 പ്രെഡിക്റ്റേഴ്സാണ്, 5 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആൻഡ് ഡീമോഗ്രാഫിക് ഫാക്ടേഴ്സ്. ഈ ഓരോ ഫാക്ടേഴ്സും എങ്ങനെയാണ് പ്രോ സോഷ്യൽ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്. പ്രധാനപ്പെട്ട 4 ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സാണ് പ്രോ സോഷ്യൽ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് എംപതി. The ability to understand and share the feelings of others is a strong predictor of pro-social behavior. ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഒക്കെ മനസ്സിലാക്കാനും അത് ഷെയർ ചെയ്യാനും ഒക്കെയുള്ള താല്പര്യമുണ്ടോ, അത്തരത്തിലുള്ളൊരു വ്യക്തിയാണോ അയാൾ എന്നുള്ളതിനനുസരിച്ചിട്ട് അയാൾ പ്രോ സോഷ്യൽ ബിഹേവിയറിൽ ഏർപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ചില ആളുകൾ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടില്ല, സ്വന്തം ഭയങ്കര സെൽഫിഷ്നെസ്സോടുകൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ബിഹേവ് ചെയ്യുന്ന ആളുകളായിരിക്കാം. അവർ എന്തായാലും പ്രോ സോഷ്യൽ ബിഹേവിയറിൽ പിന്നോക്കമായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേസമയം വളരെ എംപത്തറ്റിക്കായിട്ട് മറ്റുള്ളവരോട് ഇടപെടുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രോ സോഷ്യൽ ബിഹേവിയർ നേച്ചർ ഉണ്ട് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഓൾട്രൂയിസം. നമ്മൾ ദുർഖൈമിൻ്റെ ഓൾട്രൂയിസ്റ്റിക് സൂയിസൈഡൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഓൾട്രൂയിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺസ് വില്ലിങ്നെസ് ടു പ്രയോറിറ്റൈസ് അതേഴ്സ് നീഡ്സ് ഓവർ ദെയർ ഓൺ ഈസ് എ കീ പ്രൊഡിക്റ്റർ ഓഫ് പ്രോ സോഷ്യൽ ബിഹേവിയർ. അതായത് ഒരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടങ്ങൾക്ക് അതീതമായിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണ് വില കൽപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് ഓൾട്രൂയിസം എന്ന് പറയുന്നത്. സ്വന്തം താല്പര്യത്തിനേക്കാളും സമൂഹത്തിൻ്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുന്ന ആ ബിഹേവിയറിനെയാണ് ഓൾട്രൂയിസം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഓൾട്രൂയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും, പലപ്പോഴും എല്ലാ സമൂഹത്തിലും ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ആളുകൾ ഉറപ്പായിട്ടും പ്രോ സോഷ്യൽ ബിഹേവിയറിൽ ഏർപ്പെടും. ഓൾട്രൂയിസ്റ്റിക്കേ അല്ലാത്ത ഒരാൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ തുനിഞ്ഞിറങ്ങില്ല. അപ്പം ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രെഡിക്റ്ററാണ് ഓൾട്രൂയിസ്റ്റിക് അല്ലെങ്കിൽ ഓൾട്രൂയിസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, moral identity. When individuals consider themselves to be moral and virtuous, they are more likely to engage in pro-social behavior. ഒരു വ്യക്തി ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എന്ത് ചെയ്യും, പ്രോ സോഷ്യൽ ബിഹേവിയറിൽ ഏർപ്പെടും. ഒരു എക്സാമ്പിൾ എടുക്കാം, ഒരു പാലിയേറ്റീവ് കെയറിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രോഗിക്ക് ധനസഹായം ഒക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊരു വ്യക്തിയുടെ മുന്നിൽ പോവുകയാണെങ്കിൽ അയാൾ ധാർമ്മിക മൂല്യങ്ങളുള്ള, മതപരമായിട്ടോ അല്ലാതെയോ ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഡൊണേറ്റ് ചെയ്യും. അപ്പം ആ ഒരു വ്യക്തിയുടെ അടുത്ത് പോകണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കാറില്ല. അയാളുടെ അടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല, അയാൾക്ക് ദൈവത്തിനൊന്നും പേടില്ലാത്തൊരു മനുഷ്യനാണ്, അയാളെ എങ്ങനെ സഹായിക്കാനാണ്, അല്ലെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് മൊറാലിറ്റി ഒന്നുമില്ല, ധാർമ്മിക മൂല്യങ്ങളൊന്നുമില്ല, അയാളുടെ അടുത്ത് പോകണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ടല്ലോ. കാരണം എന്താണ്, അയാൾ സഹായിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊരു പ്രെഡിക്റ്ററാണ്. ധാർമ്മിക മൂല്യങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം, അത്തരത്തിലുള്ളൊരു ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ ഉറപ്പായിട്ടും പ്രോ സോഷ്യൽ ബിഹേവിയറിൽ ഏർപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് സെൽഫ് എസ്റ്റീം. പീപ്പിൾ വിത്ത് ഹൈ സെൽഫ് എസ്റ്റീം ആർ മോർ ലൈക്ലി ടു എൻഗേജ് ഇൻ പ്രോ സോഷ്യൽ ബിഹേവിയർ as they are more confident in their ability to make a positive impact. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
സ്വയം ഒരു ഇമേജ് കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ സ്വയം അവബോധം, സ്വയം മതിപ്പ്, അതിനൊക്കെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയാം. അപ്പം എൻ്റെ ഇമേജ് മറ്റുള്ളവരുടെ മുൻപിൽ തകരരുത്, എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഞാനെന്ന വ്യക്തിത്വം ഉണ്ടാക്കേണ്ടുന്നത്, അങ്ങനെയൊരു ബോധ്യമുണ്ടല്ലോ. അപ്പം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് പ്രോസോഷ്യൽ ബിഹേവിയറിൽ ചെയ്തിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോൾ പിന്നോട്ട് നിൽക്കാൻ അയാൾക്ക് കഴിയില്ല. കാരണം അയാൾ അത്തരത്തിലുള്ളൊരു ബിൽഡപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എൻ്റെ ഇമേജ് തകരരുത്, എൻ്റെ മൂല്യം നഷ്ടപ്പെടരുത്, സെൽഫ് എന്ന് പറയുന്ന എൻ്റെ മൂല്യം നഷ്ടപ്പെടരുത് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം എന്തായാലും എന്ത് ചെയ്യും, പ്രോസോഷ്യൽ ബിഹേവിയറിൽ ഏർപ്പെടും. അതേസമയം ഇമേജ് എനിക്കൊരു ഒന്നുമല്ല എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർ തീർച്ചയായിട്ടും പ്രോസോഷ്യൽ ബിഹേവിയറിൽ ഏർപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ സഹായിച്ചേ പറ്റുള്ളൂ, കാരണം എന്നെക്കുറിച്ച് നാട്ടുകാരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ നല്ല ഒരു വ്യക്തിത്വത്തിനുടമയാണ് എന്നുള്ളൊരു ബോധ്യം, ആ ഒരു ഇമേജ് തകരരുത് എന്നുള്ളൊരു ബോധ്യം ഉള്ള ആൾ തീർച്ചയായിട്ടും പ്രോസോഷ്യൽ ബിഹേവിയറിൽ ഏർപ്പെടും. അതുകൊണ്ട് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് എന്താണ്, നല്ലൊരു പ്രഡിക്റ്ററാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഇത്രയാണുള്ളത്. ഒരു വ്യക്തിപരമായിട്ടുള്ള ഫാക്ടേഴ്സാണ് എംപതി, ഓൾട്രൂയിസം, മോറൽ ഐഡൻറ്റിറ്റി, സെൽഫ് എസ്റ്റീം എന്നിവ. ഓക്കെ, അടുത്തത് സാമൂഹികപരമായിട്ടുള്ള ഘടകങ്ങളാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ്. അതിൽ പ്രധാനമായിട്ടും 4 എണ്ണാണുള്ളത്. സോഷ്യൽ നോംസ്, സോഷ്യൽ ഇൻഫ്ലുവൻസ്, ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. ഇതിൽ ആദ്യത്തേത് സോഷ്യൽ നോംസ്. വെൻ prosocial behavior is seen as a norm within a social group, individuals are more likely to engage in such behavior. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു നാട്ടു നടപ്പുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ സക്കാത്തൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഭിക്ഷ കൊടുക്കുക, നമ്മൾ ഡൊണേറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യുക ഒക്കെ ആ സമൂഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, എല്ലാവരും ആ സമൂഹത്തിലുള്ള എല്ലാവരും കൊടുക്കും. ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ താമസിക്കുമ്പോൾ എല്ലാവരും കൊടുക്കുന്നതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ സ്വാഭാവികമായിട്ടും കൊടുക്കും അല്ലേ. അപ്പോൾ അതുപോലെ സഹായ മനസ്കത എന്നുള്ളത് ഒരു സോഷ്യൽ നോം ആയിരിക്കെ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും സഹായിക്കാൻ മുന്നിട്ടിറങ്ങും. മലയാളികളുടെയൊക്കെ അത് സമൂഹം ഒരു എക്സാമ്പിളാണ് കേട്ടോ. അപ്പം പല സമൂഹങ്ങളിലും മലയാളികളുടെ സഹായ മനസ്കത ഇല്ലാത്ത സമൂഹങ്ങളാണുള്ളത്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാവരും ആ ഒരു ശീലിക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ഒരു സോഷ്യൽ നോമായിട്ട് ഈ സഹായ മനസ്കതയെ കാണുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒരാളൊരു അപകടത്തിൽ പെടുന്ന സമയത്ത് എല്ലാവരും കൂടെ ഓടിച്ചെന്ന് സഹായിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഏർജ് നമ്മളുടെ ഇടയിൽ ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിലെ ഒരു നോം അതായതുകൊണ്ടാണ്. സോഷ്യൽ നോം, സാമൂഹിക വ്യവസ്ഥിതി അതായതുകൊണ്ടാണ്. അത് തന്നെയാണ് നമ്മുടെ അടുത്ത തലമുറ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവർ സഹായിക്കാൻ തുനിഞ്ഞിറങ്ങുന്നു. അതേസമയം മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് അങ്ങനെ ഒരു നോമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ പ്രോസോഷ്യൽ ബിഹേവിയർ കുറയും. അപ്പോൾ അത്തരത്തിൽ ഒരു സോഷ്യൽ നോം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രവചന ഫാക്ടറാണ് എന്തിനെക്കുറിച്ചുള്ള, പ്രോസോഷ്യൽ ബിഹേവിയറിൽ ഒരു വ്യക്തി ഏർപ്പെടുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഒബ്സർവിങ് അതേഴ്സ് എൻഗേജിങ് ഇൻ പ്രോസോഷ്യൽ ബിഹേവിയർ ക്യാൻ എൻകറേജ് ഇൻഡിവിജ്വൽസ് ടു ഡു ദ സെയിം. അപ്പം ഒരാൾ അല്ലെങ്കിൽ 1-2 പേര് മുന്നോട്ട് വന്ന് ഒരു സഹായം അല്ലെങ്കിൽ ഒരു പ്രോസോഷ്യൽ ബിഹേവിയറിൽ ഏർപ്പെടുന്നത് കണ്ടാൽ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും, എന്ത്, അവരെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. ആദ്യം ചിലപ്പോൾ നമ്മൾ പോവില്ലായിരിക്കും, പക്ഷെ ആദ്യം ചെന്ന് സഹായിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യും, അവർ നമ്മളെ സ്വാധീനിക്കുന്നതായിട്ട് തോന്നും. അങ്ങനെ നമ്മൾ എന്തിലേർപ്പെടും, പ്രോസോഷ്യൽ ബിഹേവിയർ. ഇവിടെ നമ്മൾ പലപ്പോഴും സംഭാവന പിരിക്കാൻ വരുന്ന സമയത്തുള്ള എക്സാമ്പിൾസ് കാണാറുണ്ട്. ഒരു ക്ലാസ് റൂമിലേക്ക് ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ബക്കറ്റും കൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ ആദ്യത്തെ ഒരു കുട്ടി അല്ലെങ്കിൽ 1-2 പേര് ആദ്യം തന്നെ എഴുന്നേറ്റ്, അവർ നല്ല പ്രോസോഷ്യൽ ബിഹേവിയർ, ഓൾട്രോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു നേച്ചറുള്ള ആൾക്കാരായിരിക്കും. അവരുള്ള കാശ് അതിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർക്കൊരു ഇൻഫ്ലുവൻസ്, അവരൊക്കെ കൊടുത്ത സ്ഥിതിക്ക് നമ്മളും കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും. അപ്പോൾ ദാറ്റ് ഈസ് എ സോഷ്യൽ ഇൻഫ്ലുവൻസ്. അത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള സ്വാധീനം ചെലുത്തൽ പ്രോസോഷ്യൽ ബിഹേവിയറിൻ്റെ ഒരു പ്രഡിക്റ്ററാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി. വെൻ ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫൈ strongly within a group, they are more likely to engage in pro-social behavior to
ബെനിഫിറ്റ് ദ ഗ്രൂപ്പ്. നമ്മളൊരു സമൂഹത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സ്ട്രോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഗ്രൂപ്പിലുള്ള മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കും. അപ്പം ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രഡിക്റ്ററാണ്. നെക്സ്റ്റ് വൺ സോഷ്യൽ സപ്പോർട്ട്. റിസീവിങ് സോഷ്യൽ സപ്പോർട്ട് ഫ്രം അതേഴ്സ് ക്യാൻ ഇൻക്രീസ് ആൻ ഇൻഡിവിജ്വൽസ് വില്ലിങ്നെസ് ടു എൻഗേജ് ഇൻ പ്രോ സോഷ്യൽ ബിഹേവിയർ. ഒരു വ്യക്തി പ്രോ സോഷ്യൽ ബിഹേവിയറിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ ബാക്കിയുള്ളവരുടെ സപ്പോർട്ടും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ഉറപ്പിക്കും ഞാനിത് ചെയ്യണം എന്നുള്ള രീതിയിൽ. പല കേസസും നമുക്കറിയാം അല്ലേ. അപ്പം ഒരു അപകടത്തിൽ ഒരാളെ സഹായിക്കാൻ, അയാൾക്ക് വെള്ളത്തിലൊഴുകി പോകുന്ന അയാളെ സഹായിക്കണം എന്നുണ്ട്, അയാൾ മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അയാൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെ വട ഇട്ടിട്ടും അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുന്നത്, അയാളെ സപ്പോർട്ട് ചെയ്ത് നീന്താനും ഒക്കെ സഹായിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ കൂടുതൽ കുറച്ചും കൂടെ ആർജവത്തോടു കൂടെ അദ്ദേഹത്തിന് ആ ഒരു സിറ്റുവേഷനെ ടേക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അപ്പം അത്തരത്തിലുള്ള ഒരു സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് പ്രോ സോഷ്യൽ ബിഹേവിയറിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു പ്രഡിക്റ്ററാണ്. ഓക്കെ, അപ്പം രണ്ട് പ്രോ സോഷ്യൽ ബിഹേവിയറിൻ്റെ പ്രഡിക്റ്റേഴ്സാണ് നമ്മൾ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള പ്രഡിക്റ്റേഴ്സിനെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.